കടൽക്കരൈ ഹോട്ടലിൽ കാമലീലകൾ, പാടകരും നാട്യറാണിയും കുമ്മാളം, ഭാഗവതരൻ മകൻ ദേവദത്തനും ഹോട്ടൽ അധിപരൻ മനൈവി രാജലക്ഷ്മിയും ബീച്ച് റിസോർട്ട് ഹോട്ടലിൽ. ചെന്നൈ നഗരയിലുള്ള പ്രബല ഹോട്ടൽ അധിപരാണ് അനന്തൻ മനൈവി രാജലക്ഷ്മിയും പ്രബല ഭാഗവതരും തൊഴിലധിപരുമാണ് നീലകണ്ഠൻ നമ്പൂതിരിയും മകൻ ദേവദത്തനും ഒൻറാഹെ ബീച്ച് റിസോർട്ട് ഹോട്ടലിൽ. കാമലീലകൾ നടത്തിയ പോത് പോലീസ് ഇരുവരെയും കൈത് ചെയ്ത് ഇരുവർ മേലും നിർത്താൻ. അച്ഛൻ ക്ഷമിക്കണം. ഈ ആജ്ഞാശക്തി ദത്തിനോട് നടക്കില്ലെന്നുണ്ടോ? പ്രായമായി വരുന്ന മക്കളുള്ളൊരു അച്ഛനാണ് ഞാൻ. ഭാഗ്യത്തിന് ഒരു ബോർഡിങ്ങിലായി. ഉഗ്രശാസനം കൊണ്ട് ഞങ്ങളുടെ വായടയ്ക്ക് അച്ഛന്, പക്ഷെ നാട്ടുകാരുടെയോ? കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ വീടിനകത്തെ സമാധാനക്കേടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പുറത്തിറങ്ങി നടക്കാനും വയ്യാണ്ടേ. ഞാനിത് അന്നേ ഊഹിച്ചതാ. അന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ മകൻ പോയതിന്റെ ക്ഷോഭമാണെന്ന് എല്ലാവരും കരുതി. അച്ഛൻ ഈ കാര്യത്തിൽ കൈയെഴുതാൻ പറ്റില്ല. അനന്തനുമായി പണ്ടൊരു പാർട്ണർഷിപ്പ് ബിസിനസ് ഉണ്ടായിരുന്നു വെച്ച് രാജലക്ഷ്മിയുടെ പഴയ കഥകൾ എല്ലാം അറിയാമായിരുന്നിട്ട് കൂടി അവൾക്ക് ഈ വീട്ടിലൊരു സ്ഥാനം കൊടുത്തത് അത്ര ശരിയായില്ല. എയർപോർട്ടിൽ ഒരു സ്വീകരണം, പാർട്ട്ണർഷിപ്പ്, നൃത്തശില്പം, റിഹേഴ്സൽ ഇതായ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് എന്തായിരിക്കും? അച്ഛൻ വായിച്ചാൽ മതി, എനിക്ക് തമിഴ് വായിക്കാൻ അറിയില്ല. നിന്റെ വ്യഭിചാരക്കഥ വായിച്ച് രസിക്കാനല്ല 14 വർഷം ഞാൻ കാത്തിരുന്നത്. മാന്യന്മാരെല്ലാം ഒന്ന് നിന്നാട്ടെ. ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. അച്ചി വീട്ടിൽ നക്കിത്തിന്ന് കിടക്കുന്നവനും മൂക്കിൽ പല്ല് കിളത്തിട്ടും സ്വന്തം അഡ്രസ് ഇല്ലാതെ അച്ചിക്ക് വിഴുപ്പലക്കി കൊടുക്കുന്നവനും വായിക്കാൻ കൊള്ളാം. ദേവദത്തൻ വ്യഭിചരിച്ചാൽ അത് മഞ്ഞപത്രങ്ങളിൽ വരില്ല. നിലവാരമുള്ള പ്രസിദ്ധീകരണങ്ങളിലേ വരൂ. ഹെഡ്ലൈൻസും വേറെ ആയിരിക്കും. സംഗീത മാന്ത്രികന്റെ മാസ്മര കലാവിരുന്ന്. ആരാധികമാർ വളഞ്ഞു പൊതിഞ്ഞു. നിങ്ങൾക്കൊന്നും സ്വപ്നം കാണാൻ കഴിയാത്ത എൻജോയ്മെന്റ്സിന്റെ ഹൈറ്റ്സിലൊക്കെ കയറി ഇറങ്ങി മടുത്തിട്ടാ ഞാൻ തിരികെ വന്നത്. 350 രൂപ ശമ്പളം വായിക്കുന്ന ടൈപ്പിസ്റ്റ് ഒന്ന് ചൊറിയുമ്പോ ഓർഗാസം ഉണ്ടാവുന്നവന്റെ അസൂയ ദേവദത്തനോട് വേണ്ട. ഇറങ്ങി വാടാ. എന്നടാ ഒരു ആശീർവാദം എന്നടാ മുറക്കണേ? ഇവനെ എഡിറ്റർ, ചീഫ് എഡിറ്റർ അല്ലേ? மன்னிக்கணும் சார், என் தப்பல்ல, அந்த சப் எடிட்டர் தான். എന്നെ കുറിച്ചും എന്റെ കുടുംബത്തെ കുറിച്ചും എഴുതാൻ ഇവിടെ ആർക്കാണ് ഇത്ര ധൈര്യം? ஆளு தெரியாம தப்பு நடந்து போச்சு சார். ഇപ്പൊ പുരിഞ്ചതാ? இப்ப புரிஞ்சுது சார். തൽക്കാലം വിട്ടേര്. ഇനി ഇത് ആവർത്തിച്ചാൽ എന്നോട് ചോദിക്കാൻ വെയിറ്റ് ചെയ്യണ്ട. ஒண்ணு பண்ணிடாதீங்க. ഡോണ്ട് ബി സിലി. ഇത്ര അപ്സെറ്റ് ആവാൻ എന്തുണ്ടായി? ദത്തന്റെ മുന്നിൽ എല്ലാം റിവീൽഡ് ആയെന്ന് വിചാരിച്ചാണോ? സോ വാട്ട്? അയാൾ ലോകം കണ്ടവനാണ്. ഇതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കില്ല. 2 പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ ഒരു ആർട്ട് വർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നിച്ചു.
അവർ പരസ്പരം പാസ്റ്റ് അന്വേഷിക്കുന്നത് എന്തിനാ? അറ്റ് പ്രസന്റ് എങ്ങനെയാ അത് നോക്കിയാ പോരെ? പിന്നെ സമൂഹം, ഒരു 4-കിട മഞ്ഞപത്രത്തിന്റെ റീഡേഴ്സ് ആരാ? യു പ്രൊസീഡ് വിത്ത് സബ്ജക്ട്. ഈ ഒരു കാര്യം കൊണ്ട് അത് വേണ്ടെന്ന് വെച്ചാൽ അത് നമ്മുടെ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ്. നമ്മൾ അന്യോന്യം വിശ്വസിക്കുന്ന സ്ഥിതിക്ക് ഇതൊന്നും ഒട്ടും കാര്യമാക്കണ്ട. വരൂ. അച്ഛൻ വിളിച്ചു എന്ന് പറഞ്ഞു. രാത്രി ഉറങ്ങിയില്ലല്ലേ? ആ, ഇന്നലത്തെ ക്ഷോഭത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ആ പത്രവാർത്തയും അതിനുള്ളവർ കൊടുത്ത ഒരു പ്രാധാന്യവും, പിന്നെ രാത്രി ആനന്ദം വിളിച്ചപ്പോഴാണ് ഒരു സമാധാനമായത്. അയാൾക്ക് പ്രശ്നമൊന്നുമില്ല, ഇവിടെ ഉള്ളവർക്കാ പ്രശ്നം. നീ വരുന്നു എന്നറിഞ്ഞപ്പോഴേ ഉറക്കം നഷ്ടപ്പെട്ടവര് ഇന്നലെ നന്നായിട്ട് ഉറങ്ങിക്കാണും. ഞാനവരെ കുറ്റപ്പെടുത്തുന്നില്ല. 14 വർഷങ്ങൾക്ക് ശേഷം എന്റെ ഈ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള വരവ്, ഔട്ട് ഹൗസിൽ VIP പോലുള്ള താമസം, അപ്പം പങ്കുവെക്കുമ്പോ മുന്തിയ പങ്ക് കൈപ്പറ്റാൻ ചാടി വീണ ഒരു പുതിയ എതിരാളിയാണ് ഞാനെന്ന് അവർക്ക് തോന്നിക്കാണും. ആ, അങ്ങനെ ആലോചിച്ചു വരുമ്പോ തെറ്റെന്റേതാണ്. എല്ലാം കെട്ടിപ്പിടിച്ച് കൈ വെച്ചിരിക്കുകയല്ലേ അച്ഛൻ. ഈ കാണുന്നതെല്ലാം എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാ. എന്റെ ഞാൻ ഉറപ്പിച്ചിട്ടുള്ളത് എന്റെ ഉപാസന മാത്രം, സംഗീതം. ആ ഉപാസനയുടെ ഒരു വീതമേ എനിക്കും വേണ്ടു. കാണണമെന്ന് അച്ഛൻ മനസ്സിൽ ആഗ്രഹിച്ചപ്പോ എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത് ആ ഉപാസനയുടെ പ്രാപ്തി എനിക്കായതുകൊണ്ടല്ലേ? അല്ലേ അച്ഛ? മനസ്സമാധാനം ഉണ്ടാവില്ല ഈ ചുവരുകൾക്കുള്ളിൽ. ഇവിടെ കിടന്ന ആ പ്രാപ്തി നിനക്ക് ലഭിക്കില്ല. നിനക്കത് ലഭിക്കണം, നിനക്ക് മാത്രം. ഇതാ നീലകണ്ഠം ഭാഗവതർ ജീവിതം തുടങ്ങിയ വീടിന്റെ താക്കോല്. മാമ്പലത്തെ നമ്മുടെ പഴയ വീട്. കണ്ണിയറ്റ് പോകാതെ എന്റെ പരമ്പര അവിടെ നിന്ന് തുടങ്ങട്ടെ, അവിടെ തുടരട്ടെ. ഒരു നിമിഷമെങ്കിലും, ഒരു നിമിഷം മുമ്പേ നീ ഇവിടെ നിന്ന് പോണം. അല്ലെങ്കിൽ ഉള്ളിൽ ഇപ്പോഴും അണയാതെ കിടക്കുന്ന ആ ജ്വാലയുണ്ടല്ലോ, അണഞ്ഞു പോവും. അച്ഛന്റെ സാമീപ്യം, അനുഗ്രഹം, അത് മാത്രം ആഗ്രഹിച്ചാണ് ഞാൻ മടങ്ങി വന്നത്. അറിയാം, അറിയാം. കലാക്ഷേത്രത്തിലെ തിരക്കൊന്നും ഒഴിയട്ടെ. അച്ഛനവിടെ വരാം. നഷ്ടപ്പെട്ടു പോയ 14 വർഷം വീണ്ടെടുത്തു തരും ഞാൻ നിനക്ക്. എന്തുകൊണ്ടും നന്നായിന്നാ എനിക്കും തോന്നണേ. പക്ഷേ ഇതൊരു ഭാഗം പിരിയിലാണെന്ന് കുടുംബത്തിലുള്ള മറ്റുള്ളവർ കൂടി തോന്നിയാലോ? തോന്നിക്കോട്ടെ, ഭാഗം പിരിൽ തന്നെയാ. ഇനിയിപ്പൊ കെട്ടിപ്പിടിച്ചിരുന്നിട്ടെന്തിനാ? അവരുടെ നന്മയ്ക്ക് ഞാനൊരു തടസ്സമാണെന്ന് തോന്നി തുടങ്ങിയാ പിന്നെ പിരിയലാ നല്ലത്. അടുത്ത ആഴ്ച സൗകര്യമായിട്ട് വക്കീലിനെ ഒന്ന് കാണണം. താനൊന്ന് വിളിച്ചു പറഞ്ഞേക്ക്. എന്താ തനിക്കൊരു വിഷമം പോലെ? ഇല്ല, ഒന്നുമില്ല. ഞാൻ വന്ന് എന്റെ ചോരെ പറഞ്ഞവരൊക്കെ ഓരോരുത്തരായിട്ട് എന്നെ വിട്ടുപോകും. പക്ഷേ 30 വർഷമായിട്ട് എന്റെ നിഴല് പോലെ കഴിഞ്ഞവനാണ് താൻ. താൻ എന്നെ വിട്ടു പോകരുത്.